റമളാനിലേറ്റം മഹത്വമേറിയ രാവാണ് റബ്ബിൻ ഖുർആൻ നുസുലായ ലൈലത്തുൽ ഖദ്റാണ്. കാണാം ഖുർആനിൽ ഖൈറും മിൻ അൽഫി ശഹരി. കൂടെ തനസ്സലു ജിബ്രീലും മലായികത്തി. റമളാനിലേറ്റം മഹത്വമേറിയ രാവാണ് റബ്ബിൻ ഖുർആൻ നുസുലായ ലൈലത്തുൽ ഖദ്റാണ്. കാണാം ഖുർആനിൽ ഖൈറും മിൻ അൽഫി ശഹരി. കൂടെ തനസ്സലു ജിബ്രീലും മലായികത്തി. ഒരു രാവിലുള്ള ഇബാദത്തിൻ അൽഫി ശക്ർ. അമലിന്റെ കൂലി ലൈലിൽ ഖാസ് എന്ന പവർ. ഒരു രാവിലുള്ള ഇബാദത്തിൻ അൽഫി ശക്ർ. അമലിന്റെ കൂലി ലൈലിൽ ഖാസ് എന്ന പവർ. ളുൽമിന്റെ കൂട്ടരിതിന്റെ പോരിശ തള്ളുന്നു. ലന്നിന്റെ മീലാദ് രാവശ്രേഷ്ഠമെന്നോതുന്നു. റമളാനിലേറ്റം മഹത്വമേറിയ രാവാണ് റബ്ബിൻ ഖുർആൻ നുസുലായ ലൈലത്തുൽ ഖദ്റാണ്. കാണാം ഖുർആനിൽ ഖൈറും മിൻ അൽഫി ശഹരി. കൂടെ തനസ്സലു ജിബ്രീലും മലായികത്തി. ഖദ്റിന്റെ രാവിൽ കഴിയണം പള്ളിയിലായി. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സസൂക്ഷ്മം പാലിച്ച് അല്ലാഹുവിൻ്റെ ഇഷ്ടവും സ്നേഹവും പൊരുത്തവും ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക, ആഗ്രഹിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ റമളാൻ പടിയിറങ്ങാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ദിവസങ്ങൾക്ക് മുമ്പ് ഈ റമളാനിനെ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ മനസ്സിലില്ലാത്ത ചില വൈകാരികമായ തലങ്ങളിലേക്ക് വിശ്വാസികൾ ചെന്നെത്തി നിൽക്കുന്ന ദിവസമാണ് ഇന്ന്. ഈ റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം ഇത് ഇങ്ങനെ അവസാനിക്കും.
അവസാനിക്കുന്നതിന് മുമ്പ് ഇതിനെ യാത്രയയക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു യാത്രയയപ്പ് ചിന്ത എന്തായിരിക്കണം എന്ന് നമ്മളെല്ലാവരും ഓർത്തു വെക്കുക. ഇന്ന് റമദാനിലെ 24ാമത്തെ ദിവസമാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ വിലപ്പെട്ടതാണ്. എല്ലാറ്റിനും നാം പഠിച്ച ശാസ്ത്രമനുസരിച്ച് ഒരു പ്രമോഷൻ സിസ്റ്റം ഉണ്ടല്ലോ. അല്ലാഹു തആല ഒരു പ്രമോഷൻ പ്രഖ്യാപിച്ച ദിവസങ്ങളാണ് ഇനിയുള്ളത്. സൂറത്തുൽ ഖദർ എന്ന പേരിൽ ഒരധ്യായം പരിശുദ്ധ ഖുർആനിലുണ്ട്. വിധി നിർണയമെന്നാണ് ആ പദത്തിൻ്റെ ഭാഷാർത്ഥം. അവിടെ ഉദ്ദേശിക്കുന്ന ഖദർ എന്ത് എന്ന് ഈ രാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വിധി നിർണയത്തിൻ്റെ ദിനമായി ഈ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിലെ ഏതെങ്കിലും ഒരൊറ്റ രാവിനെ അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. നാം അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ഖദറിൻ്റെ രാവിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. എന്താണ് ഖദറിൻ്റെ രാവ് എന്ന് നിനക്കറിയാമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഈ ഖദറിൻ്റെ രാവ് 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവാകുന്നു. ഇതാണ് പടച്ച റബ്ബിൻ്റെ പ്രമോഷൻ. അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുള്ളത് വലിയ തോതിലാണ്. ഇന്ന് നാം ഒരു പ്രവർത്തനം ചെയ്താൽ 1000 മാസം പ്രവർത്തനം ചെയ്തതിനേക്കാൾ പുണ്യമുള്ളതാണ് എന്നർത്ഥം. ഖൈറും മിൻ അൽഫി ഷഹർ. 84 വർഷത്തെ പ്രവർത്തനത്തിന് തുല്യം. അഥവാ ഒരു മനുഷ്യന് തൻ്റെ ആയുസ്സിൽ ഒരിക്കലെങ്കിലും ഒരു ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ ആ ഒരു 80 വയസ്സ് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുഷ്കാലം മുഴുവൻ അമല് ചെയ്ത പുണ്യം അവൻ ലഭിക്കുമെന്നർത്ഥം. നോക്കൂ, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ വിശാലത, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ വ്യാപ്തി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് അള്ളാഹു വിശദീകരിച്ചു എന്തിനാണ് അത്തരത്തിലുള്ള ഒരു രാവ്, എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രമോഷൻ. മറ്റൊന്നിനുമല്ല, അത് ഖദറിൻ്റെ രാത്രിയായതുകൊണ്ടാണ്. എന്താണ് ഖദറിൻ്റെ രാത്രിയുടെ പ്രത്യേകത? മറ്റൊരിടത്ത് അള്ളാഹു അത് പറഞ്ഞു തന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ബർക്കത്താക്കപ്പെട്ട ഒരു രാവിലാണ്. എന്താണ് ആ ബർക്കത്ത്? ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ആ രാവിലാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള ആവർത്തിച്ച് വരുന്ന ഓരോ വർഷവുമുള്ള ആ രാവിലാണ് മനുഷ്യരുടെ എല്ലാം വിശദീകരിച്ച് അല്ലാഹു തആല കണക്കാക്കുന്ന രാവ്. അതൊരു വല്ലാത്ത രാവാണ്. അല്ലാഹുവിലേക്ക് മനുഷ്യന്റെ അമലുകൾ ഉയർത്തപ്പെടുന്ന, നന്മകൾക്ക് വളരെ ശക്തമായ രൂപത്തിലുള്ള വർധനവ് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു വിശദീകരിച്ച് വളരെ കൃത്യമായി മനുഷ്യന്റെ എല്ലാം നിർണയിക്കുന്ന രാവ്. ആ ഒരു നിർണയത്തിന്റെ രാവ് ഇത്തരത്തിൽ മനുഷ്യൻ കൂടുതൽ അല്ലാഹുവുമായി അടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രോത്സാഹനമായി അല്ലാഹു നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. സഹോദരന്മാരെ, നാം അറിയണം, ഇതുപോലെയുള്ള ഒരു രാവ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വേറെ ഇല്ല. ഇതുപോലെയുള്ള ഒരു ദിവസം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വേറെ ഇല്ല. അതുകൊണ്ട് അവൻ എന്തു ചെയ്യണം? അതാണ് ചിന്തിക്കേണ്ടത്. നാം ഇത്തരത്തിലുള്ള ഒരു ദിവസം ലഭിച്ചാൽ നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ മാർക്കറ്റിലെ ഒരു ഷോപ്പിൽ ഒരു പ്രമോഷൻ സെയിൽ പ്രഖ്യാപിച്ചു എന്ന് വിചാരിക്കുക. ഒരൊറ്റ ദിവസമാണ്, ഒരൊറ്റ രാത്രിയാണ് ആ പ്രമോഷനാകട്ടെ ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള, പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു പ്രമോഷൻ. അവിടെ ചെന്ന് ക്യൂ നിന്ന് സമയം എത്രയായാലും അത് എത്ര നമുക്കവിടെ ചൂഷണം ചെയ്യാൻ സാധിക്കുമോ,
ഷോപ്പിംഗ് ചെയ്യാൻ സാധിക്കുമോ അത്രയും ചെയ്യാൻ എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധതയുള്ള സഹോദരീ സഹോദരങ്ങളെ, റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല ഇദാ തന്റെ ഷോപ്പ് തുറന്നു വെച്ചിരിക്കുന്നു. വല്ലാത്ത ഒരു പ്രമോഷനുമാണ് തുറന്നു വെച്ചിട്ടുള്ളത്. നമ്മൾ അവിടെ ചെല്ലുമോ, അവിടെ നിന്ന് നമ്മൾ ഷോപ്പിംഗ് നടത്തുമോ, റബ്ബുമായുള്ള ഈ കച്ചവടം നാം നടത്തുമോ? റബ്ബ് പരിശോധിക്കുന്നത് അതാണ്. സഹോദരന്മാരെ, മറന്നുപോകരുത്, നമുക്കിവിടെ വലിയൊരു കച്ചവടം നടത്തണം. നമ്മുടെ ഒന്നാമത്തെ കച്ചവടം മഗ്ഫിറത്തിന് വേണ്ടിയുള്ള കച്ചവടമായിരിക്കണം. ഏതാണ് ആ കച്ചവടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തന്നു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഈ രാവിൽ ഒരാൾ ഇഹ്തിസാബോടെ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, ഈമാനോടെ, വിശ്വാസത്തോടെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ, അവൻ കഴിഞ്ഞുപോയ അവന്റെ ജീവിതത്തിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നതാണ് ഒന്നാമത്തെ പ്രമോഷൻ. നമുക്ക് ആവശ്യമുള്ള ഒരു പ്രമോഷനാണ്. നമ്മുടെ കയ്യിലില്ല സഹോദര, അത് നമ്മൾ വാങ്ങേണ്ട ഒരു സാധനമാണിത്. നമ്മുടെ കയ്യിലില്ലല്ലോ, അത് നമുക്ക് വാങ്ങാനാവണം. റബ്ബ് പറയുന്നത് ലൈല, ഒരു രാവ് മാത്രമാണ്. ആ രാവിൽ ഏത് പള്ളിയിലെത്തിയാലും ആ പള്ളിയിലെ നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ആ നമസ്കാരത്തിൽ ഈമാനും ഇഹ്തിസാബും ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹു നമുക്ക് പുറത്തു വരും. അള്ളാഹു കൂടുതൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്. ഈ റമളാനിലും മഗ്ഫിറത്തില്ലാതെ നമുക്ക് പോകേണ്ടി വന്നാൽ, ഈ റമളാനും മഗ്ഫിറത്ത് നൽകാതെ നമ്മളോട് സലാം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? പറയാൻ പറ്റുമോ നമുക്ക്? നമുക്കറിയാമല്ലോ നമ്മുടെ ചുറ്റുഭാഗവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഗ്ഫിറത്തിന് വേണ്ടി കൊതിക്കുക, ആഗ്രഹിക്കുക, ചോദിക്കുക, പണിയെടുക്കുക. അല്ലാഹു മഗ്ഫൂരീങ്ങളുടെ കൂട്ടത്തിൽ, ഈ വിശുദ്ധ റമളാനിൽ മഗ്ഫിറത്ത് നൽകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദര, ഈ രാവിനെ അല്ലാഹു മഹത്വവൽക്കരിച്ചത് മറ്റൊരു രൂപത്തിലാണ്. ഖുർആൻ അവതരിപ്പിച്ച ആ രാവിനെ അല്ലാഹു വീണ്ടും വീണ്ടും മഹത്വവൽക്കരിക്കുകയാണ്. എങ്ങനെയാണത്? അല്ലാഹു പഠിപ്പിക്കുന്നു, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ. സുബ്ഹാനല്ലാഹ്, തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരികയാണ്. തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരുന്നു. ആരാണ് മലക്കുകൾ? നമുക്കറിയാം, നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റാത്ത പ്രകാശം കൊണ്ട് അല്ലാഹു സൃഷ്ടിച്ച പ്രത്യേകമായ ജീവികൾ, മലക്കുകൾ, പ്രത്യേകമായ സൃഷ്ടികൾ, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സൃഷ്ടികൾ, അല്ലാഹുവിന്റെ കൽപ്പനകളെ ഒരിക്കലും ധിക്കരിക്കാത്ത സൃഷ്ടികൾ. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. എന്തുകൊണ്ടാണ്, എന്തിനാണ് മലക്കുകളും ജിബ്രീൽ എന്ന നേതൃത്വത്തിന്റെ, റൂഹിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ ഇറങ്ങി വരുന്നത് എന്തിനാണ്? നമ്മൾ അറിയണം, മലക്കുകൾ ഇറങ്ങുന്നത് ആ പ്രദേശത്തിന്റെ, ആ സമയത്തിന്റെ, ആ സ്ഥലത്തിന്റെ, ആ സംരംഭത്തിന്റെ ബർക്കത്തിന്റെ അടയാളമാണ്. നമ്മളത് മനസ്സിലാക്കുക. മലക്കുകൾ ഇറങ്ങുന്നത് വെറുതെയല്ല, അനുഗ്രഹങ്ങളുമായാണ് വരുന്നത്, റഹ്മത്തുകളുമായാണ് വരുന്നത്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകാറുള്ളത് പോലെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഉത്ബോധനം നടത്തുന്ന, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെടുന്ന, ഓർമ്മിപ്പിക്കപ്പെടുന്ന സദസ്സുകൾക്ക് ചുറ്റും മലക്കുകൾ കാവലിരിക്കുന്നത് പോലെ വിശ്വാസികൾക്ക് ഏതൊരു സമയത്തും അവർക്കൊരു താങ്ങായി, തണലായി അവരുടെ കൂടെ മലക്കുകൾ ഉണ്ടാകാറുള്ളത് പോലെ തനസ്സലുൽ മലായികതു വറൂഹ്, മലക്കുകൾ, എത്ര മലക്കുകളായിരിക്കും ഇറങ്ങി വരിക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, ഭൂമിയിലെ ഭൂമിയിലുള്ള ചരൽക്കല്ലുകളേക്കാൾ മലക്കുകൾ. എണ്ണം പറയേണ്ടതില്ലല്ലോ, അത്രമാത്രം മലക്കുകൾ. ആ മലക്കുകളാകട്ടെ വരുന്നത് സമാധാനത്തിന്റെ സന്ദേശവുമായാണ്. ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ, റബ്ബിന്റെ അനുവാദപ്രകാരം എല്ലാവിധ കൽപ്പനകളുമായി സമാധാനത്തിന് വേണ്ടി, സമാധാനത്തിന്റെ സന്ദേശം സമൂഹത്തിന് ലഭിക്കാൻ വേണ്ടി, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അവരുടെ പിന്നിൽ വന്നു നിന്നുകൊണ്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് ആമീൻ ചൊല്ലിക്കൊണ്ട് സ്വീകരിക്കണമേ എന്ന് അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ട് വിശ്വാസികൾക്ക് സമാധാനം നൽകാൻ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, എല്ലാവിധ തിന്മകളിൽ നിന്നും,
എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ തെറ്റുകളിൽ നിന്നും ഈ സമൂഹത്തിന് സുരക്ഷിതത്വം എന്ന നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഒരു വല്ലാത്ത ദിവസം, വല്ലാത്ത രാവ് നമുക്ക് തന്നിട്ടുള്ളത്. സഹോദരാ, ആ രാവിന്റെ മഹത്വത്തെ നാം വിസ്മരിച്ചു പോകരുത്. നമ്മുടെ കണ്ണിൽ കാണാത്ത അല്ലാഹു എന്തുമാത്രം അല്ലാഹു നമ്മെ ബഹുമാനിച്ചു, ആദരിച്ചു നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് അത് അല്ലാഹു പറഞ്ഞു തരികയും ചെയ്യുകയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് ഈ രാവുകൾ അവസാനത്തെ 10 ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ഏത് ദിവസവുമാകാം ഇത് നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ പറയാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് ഒറ്റയൊറ്റ രാവുകളിൽ നാം മറന്നുപോകാതിരിക്കുക, അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തുക, നമ്മുടെ മനസ്സുകൾ നല്ല മനസ്സുകളാക്കി മാറ്റുക, ചീത്തയായ കാര്യങ്ങളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക, മറ്റേതെങ്കിലും അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നാമും നമ്മുടെ മനസ്സും ഉൾപ്പെടാതിരിക്കുക. വിശിഷ്യ മനുഷ്യർക്കിടയിൽ വിദ്വേഷവും വെറുപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇതെല്ലാമുള്ള മനസ്സുകൾ ശാന്തമാകേണ്ട, നന്നാകേണ്ട, ശുദ്ധീകരിക്കേണ്ട രാവാകുന്നു ഇത് നാം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഓർമ്മയില്ലേ, നമുക്കറിയാവുന്ന ഒരു സംഭവമുണ്ടല്ലോ. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു വിവരിച്ചു വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലൈലത്തുൽ ഖദറിന്റെ ദിവസത്തെക്കുറിച്ച്, രാവിനെക്കുറിച്ച് കൃത്യമായ വഹ്യ് ലഭിച്ചു. ആ വഹ്യ് ജനങ്ങളോട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് ഫതലാഹ റജുലാനി മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽപ്പെട്ട 2 ആളുകൾ തമ്മിൽ ശണ്ട കൂടുന്നത് നബി കാണുകയാണ്. അവർ തമ്മിൽ എന്തോ പ്രശ്നമാണ്. റസൂലുള്ളാഹ് പറയുകയാണ് ആ സന്ദർഭത്തിൽ, ഖറജ്തു ലിഉഖ്ബിറകും ബിലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ പറ്റി പറയാനായിരുന്നു ഞാൻ വന്നത്, ആ രാവ് ഏതാണെന്ന് പറയാനായിരുന്നു ഞാൻ വന്നത്. ഫതലാഹ ഫുലാനും വ ഫുലാൻ, ഞാൻ ഇറങ്ങി വരുമ്പോ 2 ആളുകൾ തമ്മിൽ അതാ ശണ്ട കൂടുന്നു. അപ്പൊ അതങ്ങോട്ട് ഉയർത്തപ്പെട്ടു. നോക്ക് സഹോദരന്മാരെ, എന്താണ് എന്റെ അവസ്ഥ? ആലോചിച്ച് നോക്കൂ. ഒരു നന്മ, വലിയ ഒരു നന്മ, ഒരുപക്ഷെ അതിൽ ഖൈറുണ്ടാവും. റസൂൽ പിന്നെ പറഞ്ഞത് അതാണ്, വഅസായകൂന ഖൈറൻ ലക്കും, അത് നിങ്ങൾക്ക് നന്മയായിരിക്കും. അത് ഉയർത്തപ്പെട്ടത് നിങ്ങൾക്കത് അറിയിക്കപ്പെടാതെ പോയത് നന്മയായിരിക്കാം. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഫൽതമിസൂഹാ ഫിത്താസിഅതി വസ്സാബിഅതി വൽ ഖാമിസ, നിങ്ങൾ 25-ലും 27-ലും 29-ലും അത് അന്വേഷിച്ചു കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, നാം അറിയണം, ഒരു നന്മ ഉയർത്തപ്പെട്ടത് 2 മനുഷ്യന്മാർ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ശണ്ടയുടെ അടിസ്ഥാനത്തിലാണ്. മുസ്ലിമീങ്ങൾക്ക് അത് പാടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ രാവിൽ അത്തരത്തിലുള്ള വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി മനസ്സിനെ ശാന്തമാക്കി സലീമാക്കി നിഷ്കളങ്കമാക്കി നിർമ്മലമാക്കി വല്ലവരോടുമൊക്കെ വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുപറഞ്ഞ് അതൊക്കെ പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ജനങ്ങളോട് പൊരുത്തപ്പെടുവിച്ച് ഇനി അതിലേക്കൊന്നും മടങ്ങുകയില്ല എന്ന കടുപ്പമുള്ള പ്രതിജ്ഞയോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുക. തീർച്ചയായും അള്ളാഹു നമുക്ക് ലൈലത്തുൽ ഖദർ നൽകും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, 3-ാമത്തെ വിഷയം, ഈ രാവിലെ നാം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനോടുള്ള നിരന്തരമായ പ്രാർത്ഥനയാണ്. ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് പൂർത്തിയാകേണ്ടതുണ്ട്. ദുനിയാവും ആഖിറത്തും ചോദിച്ചു തീർന്നിട്ടില്ല, ചോദിച്ചു മതിയായിട്ടില്ല, സമയം മതിയായില്ല എന്ന് നമുക്ക് അനുഭവപ്പെടുകയാണ്. നാം സഹോദരങ്ങളെ കൂടുതൽ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നത് എന്നോട് പ്രാർത്ഥിച്ചോ ഞാൻ നൽകാമെന്നാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹു നമുക്ക് നൽകും. മറ്റാരോടും നമുക്ക് പ്രാർത്ഥിച്ചുകൂടാ, അള്ളാഹുവിനോടല്ലാതെ മറ്റാരുടെ മുമ്പിലും നാം സുജൂദ് ചെയ്തുകൂടാ, മറ്റാരുടെ മുമ്പിലും നാം വല്ലാത്ത പ്രയാസത്തോടുകൂടി നിന്നുകൂടാ. അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും പ്രയാസത്തോടുകൂടി, ഏറ്റവും വിനീതമായി, ഏറ്റവും ലളിതമായി അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, ചോദിച്ചാൽ ഉടനെ ഉത്തരം നൽകും എന്ന ശക്തമായ പ്രസ്താവനയുമായി പടച്ച റബ്ബ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിനോട് നാം ചോദിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ഈ ചോദ്യത്തെക്കുറിച്ച്, ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സുകൾ പറന്നു പോകേണ്ടത് വിശുദ്ധ റമദാൻ നിർബന്ധമാക്കിയ 1-ാമത്തെ സമൂഹത്തിന്റെ കഥയിലേക്കാണ്. ഓർക്കുന്നില്ലേ നിങ്ങൾ? റമദാൻ മാസം നിർബന്ധമാക്കിയത്, റമദാനിലെ വ്രതം നിർബന്ധമാക്കിയത് ഹിജ്റ 2-ാം വർഷമായിരുന്നു. ഹിജ്റ 2-ാം വർഷത്തിൽ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും വലിയ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക്
നമുക്കൊക്കെ അറിയാം 17-ന് റമദാൻ മാസം 17-ന് ഹിജ്റ 2-ാം വർഷം റമദാൻ മാസം 17-നായിരുന്നു ബദർ യുദ്ധമുണ്ടായത്. ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു, ശത്രുക്കൾ ഭൂരിപക്ഷമായിരുന്നു. മുസ്ലിങ്ങൾ ദുർബലരായിരുന്നു, ശത്രുക്കൾ ശക്തവാന്മാരായിരുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റബ്ബുമായുള്ള ബന്ധം കാരണം ന്യൂനപക്ഷമായ ദുർബലന്മാരായ മുസ്ലിം പക്ഷത്തെ പടച്ച റബ്ബ് ശക്തിയുള്ള പക്ഷമാക്കി മാറ്റുകയും വിജയിപ്പിക്കുകയും ചെയ്തു. അവിടെ നാം കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും റബ്ബിനോട് ചോദിച്ച ചോദ്യത്തിന്റെ ശക്തിയായിരുന്നു. റസൂലുള്ളാഹിയുടെ ആ സന്ദർഭത്തിലുള്ള ചോദ്യത്തിന്റെ ശക്തി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം കൈകൾ ഉയർത്തി, എത്രയാണോ കൈ ഉയർത്താൻ സാധിക്കുക അത്ര ശക്തമായി ഉയർത്തി. അദ്ദേഹത്തിന്റെ തലപ്പാവ് താഴെ വീണു. സഹാബികൾ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിച്ചു. ഖുർആൻ അത് നമ്മളോട് പറഞ്ഞു, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. നിങ്ങളെല്ലാവരും കൂടി റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് റബ്ബ് മറുപടി തന്നില്ലേ? ഉത്തരം തന്നില്ലേ? ആലോചിക്കണം നാം. ഒന്നാമത്തെ തലമുറയെ ലൈലത്തുൽ ഖദറിലേക്ക്, അവസാനത്തെ 10ലേക്ക് അള്ളാഹു നടത്തിക്കൊണ്ടുപോയത് പടച്ച റബ്ബുമായുള്ള ശക്തമായ ബന്ധത്തിന്റെ പൂർത്തീകരണം കാണിച്ചു കൊടുത്തുകൊണ്ടായിരുന്നു. അവർക്ക് സമാധാനമായി. അതെ, റമദാൻ 17 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ വല്ലാത്ത പ്രയാസങ്ങൾ കടിച്ചു പിടിച്ചു കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തിന് അല്ലാഹു സമാധാനം നൽകി ബദറിലൂടെ. അത്ര ശക്തമായി റബ്ബുമായുള്ള ഒരു ബന്ധം സൃഷ്ടിച്ച ശേഷം ചോദിച്ചാൽ റബ്ബ് എന്തും തരും, ഏത് രൂപത്തിലും തരും. എങ്ങനെ തരുമെന്ന് പറയാൻ സാധ്യമല്ല. അതല്ലേ നിങ്ങൾ ബദറിൽ കണ്ട പ്രാക്ടിക്കൽ പഠനം. അതുകൊണ്ട് വരൂ ലൈലത്തുൽ ഖദറിലേക്ക്. അങ്ങനെയാണ് ഒന്നാമത്തെ ലൈലത്തുൽ ഖദർ അതായിരുന്നു. നമ്മൾ അറിയണം, ബദറിൽ നിന്നാണ് ഒന്നാമത്തെ ലൈലത്തുൽ ഖദറിലേക്ക് നമ്മുടെ മുൻ തലമുറ കടന്നുപോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ റബ്ബുമായുള്ള ശക്തമായ ബന്ധമുണ്ടാക്കി, വിശ്വാസം ശുദ്ധമാക്കി, നിഷ്കളങ്കമാക്കി, നിർമ്മലമാക്കി, ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും യാതൊരു തരത്തിലുള്ള അകമ്പടികളുമില്ലാതെ ശുദ്ധ തൗഹീദിന്റെയും സുന്നത്തിന്റെയും വക്താക്കളായി അള്ളാഹുവിലേക്ക് കൈ ഉയർത്തു. തീർച്ചയായും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അഫ്വ് നിങ്ങൾക്കറിയാം, വല്ലാത്ത ഒരു സംഭവമാണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. അല്ലാഹുവിൽ നിന്ന് നമുക്ക് കിട്ടണം, പരസ്പരവും നാം ചെയ്യണം. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ. അല്ലാഹുവേ, നീ അഫൂവാണല്ലോ, നിന്റെ പേരിൽപ്പെട്ടതാണല്ലോ അഫൂ. നീ അഫൂവാണല്ലോ, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണല്ലോ, പുറത്തു തരുന്നവനാണല്ലോ. തുഹിബ്ബുൽ, നിനക്ക് ഞങ്ങളെ ഇഷ്ടമല്ലേ? കാരണം അഫൂവിന് വേണ്ടി നിന്റെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നു. ആ അഫൂവും നീ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഫഅഫു അന്നി. നാഥാ, നീ എന്നെ കാണണം, ഞാൻ ദുർബലനാണ്, തെറ്റുകൾ ഏറെ ചെയ്തു പോയി, നിർവാഹമില്ല നാഥാ, രഹസ്യമായും പരസ്യമായും ചെയ്തു പോയി. ഞാൻ മനുഷ്യനാണല്ലോ നാഥാ, ദുർബലനാണല്ലോ നാഥാ. അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം, എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണം എന്ന അർത്ഥം വരുന്ന അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന വല്ലാത്ത പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടുക. അല്ലാഹു ഈ രൂപത്തിൽ ഈ ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഈ രാവിൻ്റെ മഹത്വം പരിഗണിച്ച് നാം സൂചിപ്പിച്ചതുപോലെ 84 വർഷം അമല് ചെയ്താൽ കിട്ടുന്ന ഒരൊറ്റ രാവ്, ഈ മഹത്വം പരിഗണിച്ച് എല്ലാവിധ സൽക്കർമ്മങ്ങളും ഈ ഒരു രാവിൽ ചെയ്യാൻ നാം മത്സരിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണവും സദഖയും ദാനധർമ്മം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ഈ മാസത്തിൽ അടിച്ച
വീശി വീശുന്ന കാറ്റുപോലെ റസൂലുള്ളാഹ് ഔദാര്യവാനായിരുന്ന ദിവസമായിരുന്നു. പ്രത്യേകിച്ചും ഈ രാജ്യത്തെ ഭരണാധികാരികൾ പ്രതിസന്ധികളിൽ അകപ്പെട്ടുപോയ ഈജിപ്ഷ്യൻ ജനതയെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. സാധിക്കുന്നവരൊക്കെ അതുമായി സഹകരിക്കണം. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ നാടുകളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവപ്പെടുന്ന തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഒരു പലതരത്തിലുള്ള പിരിവുകളും പലതരത്തിലുള്ള ധനസമാഹരണ മാർഗങ്ങളും നമുക്ക് ചുറ്റുഭാഗവും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നാളിൽ പ്രത്യേകിച്ചും എല്ലാവരും അതുമായി സഹകരിക്കണം. ആളുകളുടെ മുഖമോ നടത്തുന്നവരുടെ രൂപമോ അല്ല നമ്മുടെ പ്രശ്നം. നാം അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ വിഷയമാണ്. വിഷയം നോക്കി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ പണം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല മാർഗത്തിലെത്തണം എന്ന ചിന്തയോടുകൂടി എല്ലാവരും സദഖകൾ വർദ്ധിപ്പിക്കണം എന്നുകൂടി പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അവസാനിക്കുകയാണ് ഈ വിശുദ്ധ റമദാൻ. അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചില വൈകാരികമായ വിചാരങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. വളരെ പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത്, അമലുകളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ അമലുകളുടെ ജീവനെക്കുറിച്ച് നാം ബോധവാന്മാരായിരുന്നോ ഇല്ലയോ എന്നത് വലിയ ഒരു വിഷയമാണ്. ഇപ്പോൾ നമുക്കറിയാം, റമദാൻ അവസാനിക്കുന്നതോടുകൂടി നമുക്ക് ഇനി സക്കാത്തുൽ ഫിത്റുണ്ട്. ഫിത്ർ സക്കാത്ത് എല്ലാവരും നൽകേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രദേശത്തെ പ്രധാന ഭക്ഷണം എന്തായിരുന്നോ അതാണ് ഫിത്ർ സക്കാത്തായി നൽകിയിരുന്നത്. കൂടുതൽ വിശദീകരിക്കാതെ എല്ലാ വർഷവും ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ അതുണ്ടാകും എന്നതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുക മാത്രം ചെയ്യുകയാണ്. നമ്മുടെ നോമ്പിൽ ഏതെങ്കിലും രൂപത്തിലുള്ള വീഴ്ചകളോ പ്രശ്നങ്ങളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനാണ് ഫിത്ർ സക്കാത്ത്. ഈദ്ഗാഹുകളിലേക്ക്, പെരുന്നാൾ നമസ്കാരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അതെല്ലാവരും വിതരണം ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ റമദാൻ അവസാനിക്കുന്നതോടുകൂടി നാം എത്തിച്ചേരുന്നത് ഈദിലാണല്ലോ. ഈദ് യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു സമ്മാനമാണ്. ആ രൂപത്തിൽ ഈദിനെ കാണാനും അതിനെ ആ രൂപത്തിൽ പരിഗണിക്കുവാനും നമുക്ക് സാധിക്കണം. ഒരു സമ്മാനമാണ്. കഠിനാധ്വാനം ചെയ്ത പരിശ്രമിച്ച ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു സമ്മാനമാണ് യഥാർത്ഥത്തിൽ ഈദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈദ് നാം തക്ബീർ കൊണ്ട് തുടങ്ങുന്നത്. ഈദ് ദിവസം ഒന്നാമതായി നാം ചെയ്യേണ്ട കർമ്മവും തക്ബീർ തന്നെയാണ്. ധാരാളം തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈദിൻ്റെ അന്ന് അവസാനത്തെ നോമ്പ് അവസാനിച്ച മഗ്രിബ് മുതൽ ഈദ് നമസ്കാരം വരെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ പ്രധാനമായി ഈദ് നമസ്കാരം അന്നത്തെ അമലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. ഈദ് നമസ്കാരം നിർവഹിക്കേണ്ടത് മുസല്ലകളിൽ വെച്ചാണ്. ധാരാളം മുസല്ലകൾ ഇവിടെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. മുസല്ലകൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പള്ളികളല്ലാത്ത നമസ്കരിക്കാൻ ഏർപ്പെടുത്തിയ പ്രത്യേക കേന്ദ്രങ്ങളാകുന്നു. മലയാളികൾ എന്ന നിലക്ക് കുറെ വർഷങ്ങളായി ദുബായ് ഗവൺമെന്റ് നമുക്ക് പ്രത്യേകമായി ഈദ്ഗാഹ് ഒരുക്കി തന്നിട്ടുണ്ട്. ഈ വർഷവും അൽമനാർ സെന്ററിലെ ഗ്രൗണ്ടിൽ ഈദ് നമസ്കാരം രാവിലെ 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് സമയത്ത് നടക്കും. എല്ലാവരും അതിൽ പങ്കെടുക്കുവാനും അള്ളാഹുവിൻ്റെ ഖൈറുകളും ബർക്കത്തുകളും ഇറങ്ങുന്ന ഇത്തരം പ്രദേശങ്ങളിൽ സാക്ഷികളാവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചതുപോലെ അവിടെ നടക്കുന്ന പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാൻ ഹൈള് ബാധിച്ച, മെൻസസ് ബാധിച്ച സ്ത്രീകളെപ്പോലും കൊണ്ടുവരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയും പറയുകയും ചെയ്തിരുന്നു. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് കർമ്മങ്ങൾ എന്ന നിലക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കണം, ഇത് അവസാനിക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഓർക്കേണ്ടത്, നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്നൊരു വീണ്ടും വിചാരം നമ്മുടെ മനസ്സിലുണ്ടാകണം. വളരെ പ്രധാനമാണ് അത്. സഹോദരന്മാരെ, നമ്മൾ കുറേ ചെയ്തു, ഇപ്പോഴും ചെയ്യുന്നതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത്, പക്ഷെ അത് അമൽ കബൂലാക്കിയോ അള്ളാഹു? നമ്മൾ ഓരോരുത്തരും ഈ സന്ദർഭത്തിൽ ചിന്തിക്കണം, ഞാൻ മഖബൂലാണോ അല്ലയോ? ഞാൻ എങ്ങനെ മഖബൂലിയങ്ങളിൽ പെടും? മഖബൂലിയങ്ങളിൽ ഞാൻ പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയും? 1-2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുക. ഒന്നാമതായി നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു വിഷയം,
എൻ്റെ മനസ്സ്, എൻ്റെ കൽബ് റമദാനിലെ ഒന്നാമത്തെ ദിവസത്തിന് മുമ്പുള്ളതിനേക്കാൾ അള്ളാഹുമായി അടുത്തിട്ടുണ്ടോ ഇല്ലയോ? അതാണ് മഖബൂലാണോ അല്ലേ എന്നറിയാനുള്ള ഒന്നാമത്തെ വിഷയം. എനിക്ക് അള്ളാഹുമായി അടുക്കാൻ ഇപ്പം ഇഷ്ടം കൂടുന്നുണ്ടോ? എൻ്റെ മനസ്സൊരു പുതിയ മനസ്സായി മാറിയിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാവരും ചിന്തിക്കുക, അള്ളാഹു ഞാൻ അടുത്തിട്ടുണ്ടോ? അടുത്തിട്ടുണ്ട് എന്ന ഒരു സമാധാനത്തിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന് പരിശ്രമിക്കുക. അതില്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ സഹോദരന്മാരെ ഇത് വിചാരിച്ച്, പടച്ചോനെ ഇത്രയും കാലമായിട്ട് ഇത്രയും ദിവസം ഞാൻ നിസ്കരിച്ചിട്ടും ഇത്രയും ദിവസം ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്, റബ്ബേ നീയുമായി അടുത്തു എന്ന് തോന്നാവുന്ന ഒരു മനസ്സെനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന വിചാരത്തോടു കൂടി എല്ലാവരും ബാക്കിയുള്ള ദിവസങ്ങൾ പ്രവർത്തിക്കുക. ഒന്നാമത്തേത് അതാണ്. രണ്ടാമത്തെ വിഷയം സഹോദരന്മാരെ, നമുക്ക് നന്മകൾ ചെയ്യാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ ഇഷ്ടം തോന്നുന്നുണ്ടോ? മനസ്സിന് താല്പര്യം? ഖുർആനിനെ കാണുമ്പോൾ വല്ലാത്ത ഒരു വികാരം. നമസ്കാരം ഖിയാമുൽ ലൈലിന്റെ ഒച്ചങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു മാനസികമായ ഒരു താല്പര്യം നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതാണ് രണ്ടാമത്തെ വിഷയം. തോന്നണില്ലേ നമ്മൾ മുമ്പത്തെ മാതിരി തന്നെ അങ്ങനെയാണോ? ഇതൊന്നും കേട്ടിട്ടും ഒരു ഫ്രീസ് ചെയ്തവനെ പോലെ ഒരു തരം മരവിച്ച മനസ്സിന്റെ ഉടമയാണോ നമ്മൾ ആലോചിക്കണം. സഹോദരന്മാരെ, നമ്മൾ അറിയുക മഖബൂലായോ, ഞാൻ എൻ്റെ അല്ലാഹു സ്വീകരിച്ചോ എന്നറിയാനുള്ള രണ്ടാമത്തെ മാർഗമാണ്. അതോടൊപ്പം അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും ഗൗരവത്തോടു കൂടി കണ്ടോളൂ. നമ്മളൊക്കെ ഞാൻ പറഞ്ഞ ഒരുപാട് തെറ്റുകളും തിന്മകളൊക്കെ ചെയ്തവരാ. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, അല്ലാഹു നമ്മളിൽ നിന്ന് കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഉണ്ടാകുന്ന ഒരു അനുഭവം ശരിക്കും എല്ലാവരും ശ്രദ്ധിച്ചു കൊള്ളണം. എന്താ വെച്ചാൽ നന്മ ചെയ്യാനുള്ള വാതിൽ അള്ളാഹു ഇങ്ങനെ തുറന്നു തരും, തിന്മ ചെയ്യാനുള്ള വാതിൽ അള്ളാഹു ഇങ്ങനെ അടക്കും ചെയ്യും. നമ്മളറിയാതെ അങ്ങനെ ആയിപ്പോവും. തിന്മയിലേക്ക് എത്താനുള്ള ഒരുപാട് സാധ്യതകൾ അള്ളാഹു അടക്കും. അവിടെ എത്തുമ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. മാഷാ അല്ലാഹ്, അത് ഖൈറാണ്. അല്ലെങ്കിൽ നന്മയുടെ വാതിൽ നമ്മളറിയാതെ നമ്മുടെ മുമ്പിൽ തുറന്നു തരും. നമ്മൾ ചിന്തിക്കണം സഹോദരന്മാരെ, ഇതിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ എന്നത് വളരെ ഗൗരവമാണ്. മൂന്നാമത്തെ വിഷയം, കബൂലാക്കിയോ എന്നറിയാൻ റമദാനിൽ നമ്മൾ ചെയ്തിരുന്ന അമലുകൾ റമദാൻ കഴിയുന്നതോടുകൂടി നഷ്ടപ്പെട്ടു പോകണ്ടോ ഇല്ലയോ ആലോചിക്കേണ്ട വിഷയമാണ്. റമദാൻ കഴിയുന്നതോടുകൂടിയാണ് പോയി തീർന്നു, അവിടെ പേടിക്കണം നമ്മൾ. ഷവ്വാൽ ഒന്നോടുകൂടി, ഷവ്വാൽ ഒന്ന് ശൈത്താൻ ഇറങ്ങണ ദിവസമാണ് പരസ്യമായിട്ട്, അല്ലേ? ഗവൺമെന്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഈ കരിമരുന്ന് പ്രയോഗത്തെക്കുറിച്ച് വളരെ കൃത്യമായി ഈ ഖുത്ബയിൽ പറയാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പെരുന്നാൾ ആഘോഷത്തിന് പേരിൽ കരിമരുന്ന് പ്രയോഗങ്ങളും അനാവശ്യമായ രൂപത്തിലുള്ള പണം ചെലവഴിക്കലും നടത്തരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം. നമ്മൾ അന്നാണ് എല്ലാ തോന്നിയാസവും, എന്തൊക്കെ തോന്നിയാസ ആഘോഷിക്കാൻ വേണ്ടി. അൽഹംദുലില്ലാഹ് ഈ വർഷം വളരെ കുറവാണ്, ആഘോഷങ്ങളുടെ പരസ്യങ്ങളൊന്നും വല്ലാതെ വന്നിട്ടില്ല. സാധാരണ ആഘോഷങ്ങളുടെ പരസ്യങ്ങളാണ് ഉണ്ടാകല്. ആടി തിമർത്ത് പാടി ഡാൻസും കൂട്ടും പാത്തുമായിട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാട്ടെ. സഹോദരന്മാരെ, ഇത് വരരുത് നമ്മുടെ ജീവിതത്തിൽ. നമ്മളെപ്പോഴും ചിന്തിക്കണം, നമ്മൾ ആ ഷവ്വാൽ ഒന്നോടുകൂടി ഞാൻ പഴയ മുഹമ്മദും അബൂബക്കറും ഒന്നും ആയ പോരാ. റമളാൻ എന്നെ മാറ്റണം, പുതിയ അബൂബക്കറും മുഹമ്മദുമാകാൻ എനിക്കാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനമായ ഒരു സംഗതി ചിന്തിക്കേണ്ടത്, റമളാനിൽ നമ്മൾ ഒരുപാട് തൗബ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ നമുക്കൊക്കെ അറിയാം, നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ തൗബ ചെയ്തിട്ടുണ്ട്. ആ തെറ്റിലേക്ക് ഇനി നമ്മൾ മടങ്ങിപ്പോകരുത്. മടങ്ങിപ്പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടോ? സ്വീകരിച്ചിട്ടില്ല. ഒരിക്കലും പോകൂല എന്നുള്ളതാണോ? അവിടെയാണ് ഉണ്ടാകേണ്ടത്. അതാണല്ലോ അല്ലാഹു പറഞ്ഞത്, വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സാലിഹൻ സുമ്മ ഇഹ്തദാ. എന്താ സുമ്മ ഇഹ്തദാ എന്ന് പറഞ്ഞാൽ? അതാണ് ആർക്കാണ് അല്ലാഹു നന്മ വഇന്നീ ലഗഫാറുൻ. അല്ലാഹു പറയാ, ഞാൻ ഗഫാറാണ് കേട്ടോ. ഗഫാർ എന്ന് പറഞ്ഞാൽ ഗഫൂറിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാ. ഭയങ്കരമായി, ശക്തമായി, കഠിനമായി പറക്കും. ആർക്ക്? ലിമൻ താബ, തൗബ ചെയ്തവന്, വആമന, ഈമാൻ ഉണ്ടാക്കിയവന്, വഅമില സാലിഹൻ, എന്നിട്ട് അമലു സാലിഹാത്ത് ചെയ്തവന്. എന്നിട്ട് അള്ളാഹിന്റെ പ്രയോഗം എന്താ പറയുക? സുമ്മ ഇഹ്തദാ എന്ന് വെച്ചാൽ പിന്നെ തിരിച്ചു പോകാൻ പാടില്ല. എന്നിട്ട് അതിൽ നിലനിൽക്കണം, ആ ഹിദായത്തിൽ നിലനിൽക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ 4 കാര്യങ്ങൾ ഇന്ന് രാത്രി നമ്മളൊന്ന് ആലോചിക്കണം. എന്താണ് ഈ 4 വിഷയവും ഞാനുമായിട്ടുള്ള ബന്ധം? എന്നിട്ട് കുറച്ച് സമയം കൂടി അള്ളാഹ് നമുക്ക് തന്നിട്ടുണ്ട്. നല്ലൊരു അവസരമാണിത്. ഈ വെള്ളിയാഴ്ച വല്ലാത്തൊരു വെള്ളിയാഴ്ച, കുറച്ചും കൂടി മണിക്കൂറുകളും ദിവസങ്ങളും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതുകൊണ്ട് അമൽ ചെയ്യാൻ, പണിയെടുക്കാൻ, മാറാനും മാറ്റാനും സമയമുണ്ട്. പരിശ്രമിക്കുക. അള്ളാഹു അങ്ങനെ മാറുന്നവരിൽ, മാറ്റുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, തൊട്ടടുത്ത റമളാനിൽ ഇത് പറയാൻ ഞാനും ഈ സംവിധാനവും രൂപവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും പല നിലക്കും നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്നുണ്ട്. ഒക്കെ തീരാൻ നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ദുആ ചെയ്യണം. ഈ സംവിധാനം ഉണ്ടായിക്കൊള്ളുന്നില്ല, നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല.
ആര് കേൾക്കും, ആര് പറയും നമുക്കറിയില്ല. പലരും ഇല്ലല്ലോ നമ്മുടെ കൂടെ, നമ്മുടെ പ്രിയപ്പെട്ട പലരും ഇല്ല. എല്ലാവരും പലരും പോയിട്ടുണ്ട്, കഴിഞ്ഞ റമദാനിലെ പലരും ഇല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇനിയുള്ള സമയങ്ങൾ, നിമിഷങ്ങൾ പോലും മുസ്ലിമെ നമുക്ക് വിലപ്പെട്ടതാണെന്ന ചിന്തയോടുകൂടി കഴിച്ചുകൂട്ടുക. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അർഹമുർറാഹിമീനായ റബ്ബേ, ഈ പരിശുദ്ധ റമദാൻ അതിൽ അവസാനത്തെ വെള്ളിയാഴ്ച നിന്റെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് നാഥ, ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ. മഖബൂലിയങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ. അമലുകൾ കബൂലാക്കാൻ വല്ല തടസ്സവും ഉണ്ടെങ്കിൽ അത് ഞങ്ങളിൽ നിന്ന് നീ മാറ്റിത്തരണമേ. ഞങ്ങളുടെ അമലുകൾ അല്ലാഹുവേ നീ നിന്നിലേക്ക് ഉയർത്തപ്പെടുന്ന യഥാർത്ഥ അമലായി നീ സ്വീകരിക്കണമേ. റഹമുർറാഹിമീനായ റബ്ബേ, ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങളെല്ലാവരും അഭിമുഖീകരിക്കുന്നു, നേരിടുന്നു. എല്ലാറ്റിൽ നിന്നും ഈ പ്രിയപ്പെട്ട ബർക്കത്തായ ഈ മാസത്തിന്റെ ഫളല് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ നാഥാ. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങൾ ചെയ്ത എല്ലാ അമലുസ്സാലിഹാത്തുകളും തവസ്സുലാക്കി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു നാഥാ. മാനസികവും ശാരീരികവുമായി ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളും ഞങ്ങൾക്ക് നീ ദൂരീകരിച്ചു തരണമേ നാഥാ. അർഹമുർറാഹിമീനായ റബ്ബേ, ഈ സമുദായത്തിന് നീ ഐക്യവും രജ്ഞിപ്പും യോജിപ്പും നൽകണമേ നാഥാ. രാഷ്ട്രീയമായും സാമൂഹ്യമായും മതപരമായും ഒന്നിച്ചു നിൽക്കാൻ ഈ സമൂഹത്തിലെ ഉമറാക്കൾക്കും ഉലമാക്കൾക്കും നീ തൗഫീഖ് നൽകണമേ നാഥാ. ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാവിധത്തിലുള്ള വെറുപ്പും വിദ്വേഷവും ഇല്ലാതാക്കി ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ ഞങ്ങളെ നീ ഒന്നിപ്പിച്ചു തരണമേ നാഥാ. അർഹമുർറാഹിമീനായ നാഥാ, ഒരുപാട് ദുരിതങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്ന പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥാ. എല്ലാവരുടെയും ആവശ്യങ്ങൾ അവരെക്കാൾ അറിയുന്ന നാഥാ, എല്ലാം നീ ഹാസിലാക്കി കൊടുക്കണമേ. എല്ലാ നല്ല മുറാദുകളും നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ. അർഹമുർറാഹിമീനായ നാഥാ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവർക്ക് നീ ശമനം നൽകണമേ. രോഗത്തിന്റെ കിടക്കയിൽ മല്ലടിച്ച് വേദനയോടുകൂടി കഴിഞ്ഞുകൂടുന്നവർ നാഥാ, അവർക്ക് നീ ആശ്വാസവും സമാധാനവും നൽകണമേ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ഗുരുജനങ്ങൾ, ബന്ധുക്കൾ നാഥാ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അവരുടെ ഖബറിനെ നീ വിശാലമാക്കണമേ. അവരുടെ ബർസഖിയായ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണമേ. അവരുടെ ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ നീ തുറന്നു കൊടുക്കണമേ നാഥാ. അർഹമുർറാഹിമീനായ റബ്ബേ, ഈ പരിശുദ്ധ റമളാനിൽ നിന്റെ ബർക്കത്തുകൾ കൂടുതൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥാ. ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സ്വത്തുക്കളിലും ഞങ്ങളുടെ ബിസിനസ്സുകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ വീടുകളിലും ഞങ്ങൾ പെരുമാറുന്ന എല്ലാ പ്രദേശങ്ങളിലും നാഥാ, നിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥാ. ലൈലത്തുൽ ഖദർ കൊണ്ട് അനുഗ്രഹിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥാ. നാഥാ, ലൈലത്തുൽ ഖദറിന്റെ രാവിൽ എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്ന, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന, മലക്കുകൾ പ്രാർത്ഥിക്കപ്പെടുന്ന മഹാഭാഗ്യം ഞങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർറാഹിമീനായ റബ്ബേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അവർക്ക് നീ ആശ്വാസവും സമാധാനവും നൽകണമേ നാഥാ. അവർക്ക് നീ മനസ്സിന് കരുത്ത് നൽകണമേ നാഥാ. അവരുടെ പരിശ്രമങ്ങൾ വിജയിപ്പിക്കണമേ നാഥാ. നാഥാ, നിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ അമലുകളും നീ വിജയിപ്പിക്കണമേ നാഥാ. അവർക്ക് നീ ഇഖ്ലാസ് നൽകണമേ നാഥാ. സമാധാനവും സന്തോഷവും നൽകണമേ നാഥാ. അർഹമുർറാഹിമീനായ റബ്ബേ, തൊട്ടടുത്ത റമളാനിൽ ഞങ്ങൾ ഉണ്ടാകുമോ എന്ന് ഞങ്ങൾക്കറിയില്ല നാഥാ. ഈ റമളാൻ അവസാനിക്കുമ്പോൾ മഗ്ഫൂറൻ ലക്കും, എല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥാ. അർഹമുർറാഹിമീനായ റബ്ബേ, പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പലതരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്നു നാഥാ. നിന്റെ ദീനിന്റെ ഉന്നമനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, നിന്റെ തൗഹീദിന് വേണ്ടി പരിശ്രമിക്കുന്ന ആ ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥാ. നാഥാ, അവസാനത്തെ കലിമത്ത് തൗഹീദായി ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر إخواننا المؤمنين والمسلمين في كل مكان
اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن، وأدم عليها الأمن والأمان وعلى سائر بلاد المسلمين. اللهم بارك لنا في هذا البلد الطيب. اللهم تقبل منا الصيام والقيام. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل، ونعوذ بك من النار وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة لنا ولوالدينا ولمن له حق علينا وللمسلمين أجمعين. اللهم وفقنا للأعمال الصالحات وترك المنكرات. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم أصلح لنا نياتنا وبارك لنا في أزواجنا وذرياتنا واجعلهم قرة أعين لنا، واجعل التوفيق حليفنا، وارفع لنا درجاتنا وزد في حسناتنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم لا تدع لنا ذنبا إلا غفرته، ولا هما إلا فرجته، ولا دينا إلا قضيته ويسرتها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم وفق ولي أمرنا رئيس الدولة الشيخ خليفة بن زايد ونائبه الشيخ محمد بن راشد بما تحبه وترضاه، وأيد إخوانه حكام الإمارات وأولياء عهودهم أجمعين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين، والحمد لله رب العالمين.